എല്ലാവർക്കും നമസ്കാരം. iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ HSA ഫിസിക്കൽ സയൻസ് അല്ലേ, നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പൊതുവേ നമ്മൾ പണ്ട് ഇപ്പോൾ എല്ലാ PSCകളും ഇപ്പോൾ വിളിക്കുമ്പോൾ അതിൻ്റെ ചോദ്യപേപ്പറിൻ്റെയൊക്കെ നിലവാരം വളരെ കൂടുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ HSA ഫിസിക്കൽ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞോട്ടെ, ഒരു കാലത്തും നിങ്ങൾക്ക് ഈ പറയുന്ന HSA ഫിസിക്കൽ സയൻസ് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആവണം, കുറച്ച് നിലവാരം ഉയർത്തി നമ്മൾ പഠിച്ചു തുടങ്ങണം. മനസ്സിലായോ? ആ ഒരു നിലവാരത്തിലെത്തി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ള കോമ്പറ്റീഷനിൽ ഏറ്റവും ആദ്യം എത്താനായിട്ട് പറ്റുള്ളൂ. കാരണം ഒഴിവുകൾ അതുപോലെ ഉണ്ട്, അപ്പോൾ അതുപോലെ കോമ്പറ്റീഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ ഇരിക്കഴിഞ്ഞാൽ ലിസ്റ്റ് പെട്ടെന്ന് വരും. കാരണം നിലവിൽ ലിസ്റ്റ് ഇല്ല, ഫിസിക്കൽ സയൻസ് അധ്യാപകർ സ്കൂളുകളിലില്ല. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും പെട്ടെന്ന് ജോലി കിട്ടും. വിളിച്ചാൽ വിത്തിൻ ഒരു 7-8 മാസത്തിനുള്ളിൽ പരിപാടി എല്ലാം കഴിയും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ നിയമനങ്ങൾ കിട്ടാൻ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ അത് പ്രധാനമായിട്ടും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം, ഞാൻ കണ്ടൻറ്റ് അധികം പറയില്ല, ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും ഏത് നിലവാരത്തിലൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതെന്ന്. ആ നിലവാരത്തിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളും ചെയ്യുന്നത് കേട്ടോ. ശരി, അപ്പോൾ ക്ലാസ്സുകൾക്ക് ചേരേണ്ട ആളുകൾക്ക് താഴെ ഞാൻ ഡീറ്റെയിൽസ് ഇട്ടേക്കാം, നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചാൽ ക്ലാസ്സുകൾക്ക് ചേരാം കേട്ടോ. ശരി, അപ്പോൾ കം ടു ദ പോയിന്റ്. ഒന്നാമത്തെ ചോദ്യം, ഒരു കണത്തിന് അതിൻ്റെ വിശ്രമപിണ്ഡ ഊർജത്തിന് തുല്യമായ ഗതികോർജമുണ്ട്, അതിൻ്റെ വേഗത എത്രയായിരിക്കും? മനസ്സിലാക്കൂ, മലയാളത്തിലാണേ ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ആവണം മലയാളത്തിൽ ചോദ്യങ്ങൾ ചെയ്തിട്ടില്ല. ആദ്യം കേൾക്കുമ്പോൾ എൻ്റെ ദൈവമേ പിണ്ഡോ എന്ത് സാധനമാണെന്ന് ചോദിക്കും. കാര്യമില്ല, കുറച്ചൊക്കെ കഴിയുമ്പോൾ ശീലമാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചോദ്യം പറയുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ അഡീഷണൽ പറഞ്ഞിട്ട് അങ്ങ് പോവാം. ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റും ലൈറ്റിനോടടുത്ത, പ്രകാശത്തിനോടടുത്ത വേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും അതിൽ അനുഭവപ്പെടും. ആ വ്യത്യാസങ്ങളാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ആപേക്ഷികതാ സിദ്ധാന്തം. ഓക്കെ, അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങളാണ്. ഒരു 3 ഇക്വേഷൻസ്. ഒന്ന് L = L0 ഇൻറ്റു √1 - v²/c². നമ്മളിതിനെ ലെങ്ത് കോൺട്രാക്ഷൻ എന്നാണ് പറയുന്നത്. എന്താന്ന് പറഞ്ഞുതരാം. L0 എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് ആയിരുന്നു. ഇത് സിയോടടുത്ത വെലോസിറ്റിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് കുറയും, ലെങ്ത് കോൺട്രാക്ട് ചെയ്യും. 1 മീറ്ററുള്ള സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് 1/2 മീറ്റർ തോന്നുള്ളൂ കാണുമ്പോൾ. പക്ഷേ അങ്ങനെ തോന്നണമെങ്കിൽ ആ ഒബ്ജക്റ്റ് അത്രയും വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഒന്നത്. പിന്നെ മാസ് എക്സ്പാൻഷൻ m = m0 ഡിവൈഡഡ് ബൈ √1 - v²/c² എന്നാണ് എഴുതുന്നത്. m = m0 ഡിവൈഡഡ് ബൈ √1 - v²/c² എന്ന് നമുക്ക് എഴുതാം. ദെൻ ഓൾസോ ഇത് മാസ് എക്സ്പാൻഷൻ എന്ന് പറയും. അതായത് ലൈറ്റിനോട് അടുത്ത വെലോസിറ്റിയിൽ m0 മാസം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാസ് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യും. ആ കൂടുന്ന മാസമാണ് m എന്ന് പറയുന്നത്. ഇനി ടൈം ഡയലേഷൻ t = t0 ഡിവൈഡഡ് ബൈ √1 - v²/c². ലൈറ്റിനോട് അടുത്ത വെലോസിറ്റി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ടൈം ഡയലേറ്റ് ആവും. ടിക്ക് എന്ന് അടിക്കേണ്ടതിന് പകരം ടിക്ക് എന്ന് പതുക്കെ അടിക്കും. അതാണ് ടൈം ഡയലേറ്റ് ചെയ്യുക. ടൈം ഡയലേറ്റ് ചെയ്യുക. അതായത് ഇവിടെ 1 മണിക്കൂർ ആകുമ്പോൾ സിയുടെ അടുത്ത വെലോസിറ്റിയിൽ റോക്കറ്റിൽ കയറി പോകുന്ന ഒരാളുടെ ക്ലോക്കിൽ ഒരുപക്ഷെ 10 മിനിറ്റേ ആവത്തുള്ളൂ. സമയം പതുക്കെ സഞ്ചരിക്കും. അതാണ് ഡയലേറ്റഡ് ടൈം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഈ 3 ഇക്വേഷൻസുകൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കൂ. നമുക്കിനി ചെയ്തു തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കൂ. ഒരു കണത്തിന്, ഒരു പാർട്ടിക്കിളിന് അതിൻ്റെ വിശ്രമപിണ്ഡത്തിന്, വിശ്രമം എന്ന് വെച്ചാൽ റെസ്റ്റ് മാസ് m0 തുല്യമായ ഗതികോർജമുണ്ട്. ഗതികോർജം കൈനറ്റിക് എനർജി. അതിൻ്റെ വേഗത അഥവാ വെലോസിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ അതിൻ്റെ വിശ്രമപിണ്ഡത്തിന് തുല്യമായ ഗതികോർജമുണ്ട്. ഓക്കെ, അത് നമുക്ക് കണക്ക് ചെയ്താലോ? കണക്ക് ചെയ്യാം. ഞാൻ അപ്പുറത്തെ പേജിൽ ചെയ്യാം. കുഞ്ഞായിട്ടിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അത് എഴുതി എനിക്ക് വായിക്കാൻ വേണ്ടി ഞാൻ എഴുതിയത്, കാരണം ആ പേജിൽ തികയത്തില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ ഉള്ള സ്ലൈഡിൽ നോക്കി ചോദ്യം ബുക്കിൽ എഴുതിയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു കണത്തിന് അതിൻ്റെ വിശ്രമപിണ്ഡ ഊർജ്ജത്തിന് തുല്യമായ ഗതികോർജമുണ്ട്. അപ്പോൾ ഗതികോർജം കൈനറ്റിക് എനർജി. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാൻ പോകണം. ഒന്ന് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു കണത്തിന് അതിൻ്റെ വിശ്രമപിണ്ഡ ഊർജ്ജത്തിന് തുല്യമായ ഗതികോർജം ഉണ്ട് എന്നാണ് പറയുന്നത്. വിശ്രമപിണ്ഡത്തിന് തുല്യമായ എനർജി എന്ന് വെച്ചാൽ E0 ആണ്.
അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വിശ്രമപിണ്ഡത്തിന് തുല്യമായ എനർജിക്ക് തുല്യമാണ്. അപ്പോൾ എന്താണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം ഇ നോട്ട് എന്നെഴുതാം. ഓക്കെ, എന്താണ് ഇ നോട്ട്? ഒരു റിലേഷൻ നിങ്ങളുടെ ഇതിൽ പഠിച്ചു വെക്കണം. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇ നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. ഇതുകൂടി ഒന്ന് പഠിച്ചു വെക്കണം. ഇ നോട്ട് റെസ്റ്റ് എനർജി, ഇ നോട്ട് ഈസ് ഈക്വൽ ടു എം നോട്ട് സി സ്ക്വയർ എന്ന് നമുക്ക് വേണമെങ്കിൽ സിമ്പിളി എഴുതാം. ഇനി ടോട്ടൽ എനർജിയാണ് ഇ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിക്ക് വരെ ഇവിടെ റെസ്റ്റ് എനർജിയാണുള്ളത്. കണ്ടോ? നമുക്കറിയാം കൈനറ്റിക് എനർജി വെച്ചാൽ റെസ്റ്റ് എനർജിയുടെ തുല്യമാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കപ്പോൾ ഇവിടെ എന്തെഴുതാം? ഇ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഇ നോട്ട് പ്ലസ് ഇ നോട്ട് എന്നെഴുതാം. അതായത് ഇ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 2 ഇ നോട്ട് എന്നെഴുതാം. എന്താണ്? 2 ഇ നോട്ട് എന്നെഴുതാം. ശരിയല്ലേ? 2 ഇ നോട്ട് എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതി വയ്ക്കാനായിട്ട് പറ്റും. ഇ ഈസ് ഈക്വൽ ടു 2 ഇ നോട്ട്. ഇ എന്ന് വെച്ചാൽ എന്താ? ഇതല്ലേ? അപ്പോൾ അത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇ നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇ നോട്ട് എന്ന് എഴുതാം. ഇ നോട്ട് കട്ട് ചെയ്ത് കളയാം. ഇടതുവശം വലതുവശം സ്ക്വയർ ചെയ്യുക. അപ്പോൾ അല്ല ഉള്ളത് നമുക്ക് എഴുതാം. 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. സ്ക്വയർ ചെയ്യുക. അപ്പോൾ 1 ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന് എഴുതുക. ഇതിന് ഇടതുവശത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 1 ബൈ 4 ഇസ് ഈക്വൽ ടു എന്താണ്? 1 ബൈ 4 ഇസ് ഈക്വൽ ടു എന്താണ്? 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതുക. ശരിയല്ലേ? വി സ്ക്വയർ ബൈ സി സ്ക്വയറിനെ ഇടതുവശത്തേക്ക് കൊണ്ടുവന്നു. ഇതിൻ്റെ വലതുവശത്തേക്ക് 1 മൈനസ് 1 ബൈ 4 എന്ന് എഴുതുക. ഇസ് ഈക്വൽ ടു 4 മൈനസ് 1 ബൈ 4 എന്ന് എഴുതുക. ഇസ് ഈക്വൽ ടു 3 ബൈ 4 വി സ്ക്വയർ ബൈ സി സ്ക്വയർ. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 ബൈ 4 സി സ്ക്വയർ എന്ന് എഴുതുക. സോ വി ഇസ് ഈക്വൽ ടു റൂട്ട് 3 ബൈ 2 സി എന്ന് എഴുതാം. ഇതാണ് ഉത്തരം. കണ്ടോ? വി ഇസ് ഇവിടെ എന്താണ്? റൂട്ട് 3 ബൈ 2 സി. റൂട്ട് 3 ബൈ 2 സി. അതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കേട്ടോ? റൂട്ട് 3 ബൈ 2 സി. നിങ്ങൾ ആ കഴിഞ്ഞ സ്ലൈഡിൽ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ വി ഇസ് ഈക്വൽ ടു റൂട്ട് 3 ബൈ 2 സി. കണ്ടോ? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കേണ്ടത് പ്രധാനമായിട്ടും. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ചോദ്യം. ഒരു ഇലക്ട്രോണിൻ്റെ പിണ്ഡം എന്ന് വെച്ചാൽ മാസ്. ഒരു ഇലക്ട്രോണിൻ്റെ പിണ്ഡം അതിൻ്റെ വിശ്രമപിണ്ഡത്തിൻ്റെ ഇരട്ടിയായാൽ ഇലക്ട്രോണിൻ്റെ വേഗത എത്രയാണ്? ഇലക്ട്രോണിൻ്റെ വേഗത എത്രയാണ്? ഒരു ഇലക്ട്രോണിൻ്റെ പിണ്ഡം അതിൻ്റെ വിശ്രമപിണ്ഡത്തിൻ്റെ ഇരട്ടിയായാൽ ഇലക്ട്രോണിൻ്റെ വേഗത എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതി വെക്കണം. എന്താണ്? ഒരു ഇലക്ട്രോണിൻ്റെ പിണ്ഡം മാസ് അതിൻ്റെ വിശ്രമപിണ്ഡത്തിന് ഇരട്ടിയായി. അപ്പോൾ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എം നോട്ട് ആയി എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? വിശ്രമപിണ്ഡമാണ് എം നോട്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള മാസ് എന്ന് പറയുന്നത് അതിൻ്റെ വിശ്രമപിണ്ഡത്തിന് ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ വേഗത എത്രയാണെന്നാണ്. അപ്പോൾ മാസുമായിട്ട് റിലേറ്റ് ചെയ്യെങ്കിൽ മാസ് എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കണം. എന്താണ്? എം ഈക്വൽ ടു എം നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതുക. എം എന്ന് വെച്ചാൽ 2 എം നോട്ട് ഇസ് ഈക്വൽ ടു എം നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. എം നോട്ട് വെട്ടിപ്പോയി. 2 ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. സ്ക്വയർ ചെയ്യുക ഇടതുവശം വലതുവശം. അപ്പോൾ 4 ഇസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. സോ ഇതിന് ഇടതുവശത്തേക്ക് കൊണ്ടുവരിക. 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ബൈ 4 എന്ന് എഴുതാം. സോ വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ 4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 1 ബൈ 4 എന്ന് എഴുതാം. വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ശരിയല്ലേ? സോ വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 3 ബൈ 4 എന്ന് എഴുതാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 ബൈ 4 സി സ്ക്വയർ എന്ന് എഴുതാം. വി ഈസ് ഈക്വൽ ടു റൂട്ട് 3 ബൈ 2 സി എന്ന് എഴുതാം. എന്താണ്? റൂട്ട് 3 ബൈ 2 സി. റൂട്ട് 3 ബൈ 2 സി. ശരിയല്ലേ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. റൂട്ട് 3 ബൈ 2 സി. കണ്ടോ? മാസ് എക്സ്പാൻഷൻ. മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. സോ ഗലീലിയം പരിവർത്തനത്തിന് കീഴിൽ മാറ്റമില്ലാത്ത ക്വാണ്ടിറ്റി അഥവാ അളവ് എന്താണെന്നുള്ളതാണ്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ ഈ പരിവർത്തനം എന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ്റെ കീഴിൽ മാറ്റമില്ലാത്തതായിട്ടൊരു കാര്യമുണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ത്വരണം. നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പ്രത്യേകം പറയുന്നുണ്ട്. ത്വരണത്തിനാണ് അവിടെ ആക്സലറേഷൻ. ത്വരണം എന്ന് വെച്ചാൽ എന്താ? ആക്സിലറേഷൻ. എന്താണ്? ആക്സലറേഷൻ. അവിടെ മാറ്റമില്ല. സോ ഓപ്ഷൻ സി ആണ്. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു നമ്മൾ. യെസ്.
ഒരു കണിക പ്രകാശ വേഗതയുമായി താരതമ്യപ്പെടുത്താവുന്ന വേഗതയിലാണ് നീങ്ങുന്നത്. ഏത് വേഗതയിൽ കണികയുടെ പിണ്ഡം അതിൻ്റെ റെസ്റ്റ് മാസിനേക്കാൾ 25% കൂടുതലാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു കണിക പ്രകാശ വേഗതയുമായി താരതമ്യപ്പെടുത്താവുന്ന വേഗതയിൽ, ലൈറ്റിനോട് അടുത്ത വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു. ഏത് വേഗതയിലാണ് കണികയുടെ പിണ്ഡം അതിൻ്റെ റെസ്റ്റ് മാസിനേക്കാൾ 25% കൂടുതലാവുന്നത്? ചോദ്യം പിടികിട്ടുന്നുണ്ടോ? ചെയ്യട്ടെ. ആ ചോദ്യം തന്നെയാണ്, ചെറുതാക്കി വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? മാസ് എന്ന് പറയുന്നത് 1.25 ടൈംസ് m0 ആയി എന്നാണ് പറയുന്നത് അല്ലേ. ആദ്യമുണ്ടായിരുന്ന മാസിനേക്കാൾ 25% കൂടി അല്ലേ. അപ്പോൾ 125%. ഇപ്പോൾ 125% നമുക്ക് 1.25 എന്ന് എഴുതി വെക്കാം ഇവിടെ, കുഴപ്പമൊന്നുമില്ല, ഇടതും വലുതും കേട്ടോ. ഒരു 100 വെച്ച് ഇടതും വലുതും ഡിവൈഡ് ചെയ്ത് വെച്ച്. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസ് എക്സ്പാൻഷൻ ഇക്വേഷൻ എന്താ? m = m0 ഡിവൈഡ് ബൈ √1 - v²/c². അതായത് 1.25 m0 = m0 ഡിവൈഡ് ബൈ √1 - v²/c². m0 കട്ട് ചെയ്യാം. അപ്പോൾ 1.25 = 1/√1 - v²/c² എന്ന് എഴുതാം. ഇടതും വലുതും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് അറിയാവുന്ന ഫോമിലേക്ക് മാറ്റിയത്. ഈ 1.25 നമുക്ക് 5/4 എന്ന് എഴുതാൻ പറ്റില്ലേ? 5/4. സോ 5/4 = 1/√1 - v²/c² എന്ന് എഴുതാമല്ലോ. ഇടതുവശവും വലതുവശവും സ്ക്വയർ ചെയ്യുക. ഇടതുവശം വലതുവശം. ഈ MCQ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഞാനിങ്ങനെയൊക്കെ മാറ്റി എഴുതാമെന്ന്. സോ നമുക്ക് 25/16 = 1/1 - v²/c² എന്ന് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇടുക. ഇതിന് അപ്പാടെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 1 - v²/c² = 1/25/16. അതായത് 1 - v²/c² എന്ന് വെച്ചാൽ 16/25. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുകഴിഞ്ഞാൽ v²/c² = 1 - 16/25 25 - 16 ഡിവൈഡ് ബൈ 25 9/25 അല്ലേ. അതായത് v²/c² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9/25. സോ v² = 9/25 × c². സോ v = 3/5c എന്ന് എഴുതാം. എത്രയാണ്? 3/5c. 3/5c എന്ന് വെച്ചാൽ എത്രയാണ്? 0.6c. എത്രയാണ്? 0.6c. ഇതാ ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ് എന്നാണ്. ഓപ്ഷൻ എ ഓക്കെ അല്ലേ? ഓപ്ഷൻ എ കറക്റ്റ് ചോയ്സ്. അഞ്ചാമത്തെ ചോദ്യം. ഒരു മീറ്റർ സ്കെയിൽ അതിൻ്റെ നീളത്തിൽ √2c എന്ന വേഗതയിൽ നീങ്ങുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യക്ഷ ദൈർഘ്യം എത്രയായിരിക്കും? അതിൻ്റെ പ്രത്യക്ഷ ദൈർഘ്യം, കാണുമ്പോൾ ഉള്ള ദൈർഘ്യം. ഓക്കെ, അല്ലെങ്കിൽ പ്രത്യക്ഷ നീളം. ദൈർഘ്യമൊന്നും ചിലപ്പം ഈ ലെങ്ത്തിന് ദൈർഘ്യമൊന്നും ഈ മലയാളം ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിങ്ങനെ എഴുതി കാണിക്കാറുണ്ട്. ദൈർഘ്യം സമയമായിട്ട് കൂട്ടണ്ട, സമയമാണ് നമ്മൾ പറയാറുള്ളെങ്കിലും നീളത്തിലും പറയാറുണ്ട്. ഓക്കെ, മനസ്സിലാക്കും. 1 മീറ്റർ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്? 1 മീറ്റർ നീളമുള്ള സ്കെയിലുണ്ട്. കണ്ടോ? ഇതാണ് 1 മീറ്റർ നീളമുള്ള സ്കെയിൽ. 1 മീറ്റർ ആണ് ഇതിൻ്റെ നീളം. അതിൻ്റെ നീളത്തിൽ 0.2c എന്ന വേഗതയിൽ നീങ്ങുന്നു. അതായത് 0.2c √2c 0.2c വെലോസിറ്റിയിൽ ഇവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെ നീങ്ങുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രത്യക്ഷ ദൈർഘ്യം ഇവിടെ ഒന്നും ഭൂമിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ അയാൾക്ക് ഇതിൻ്റെ ലെങ്ത് എത്രയായിട്ട് തോന്നും? നോർമലി ഉള്ള ലെങ്ത് L0 1 മീറ്റർ ആണ്. √2cയിൽ സഞ്ചരിച്ചാൽ അവയുടെ ലെങ്ത് എത്രയായിട്ട് നമുക്ക് തോന്നുമെന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ ചെയ്യും? ലെങ്ത് കോൺട്രാക്ഷൻ ഇക്വേഷൻ ഉപയോഗിക്കുക. L = L0 × √1 - v²/c² എന്ന് എഴുതുക. എന്താണ്? L = L0 × √1 - v² ഡിവൈഡ് ബൈ c² എന്ന് എഴുതുക. ഓക്കെ, യെസ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ L = L0 × √1 - v എന്ന് വെച്ചാൽ എന്താണ്? √2 ദി ഹോൾ സ്ക്വയർ ഇത് c². അതുപോലെ തന്നെ c² വെട്ടിക്കളയാം. സോ L = L0 × √1 - എന്താണ്? √2² ആകുമ്പോൾ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു L0 × √1 L. ശരിയല്ലേ? അപ്പോൾ L = 1 മീറ്റർ ആണ്. 1 × √1
അല്ലേ? ശരിക്കും ഇത് വാലിഡ് അല്ല. √-1 ഇത് വാലിഡ് അല്ല. ഒരു ഇമാജിനറി പാർട്ടൊക്കെ വന്നിട്ട് ആകെ കുളമാവും. അപ്പോൾ ഇതൊരു വാലിഡ് ആയിട്ടുള്ള സംഖ്യയല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് സ്പെസിഫിക്കലി L0 നീളമാണ്, ഒരു കൃത്യം വാല്യൂ കിട്ടണം. ഇത് √-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് സ്പെസിഫിക്കലി വാല്യൂ ലെങ്ത്തിൽ എഴുതാനില്ല എന്നുള്ളതാണ് അർത്ഥം. പിടികിട്ടിയോ? അപ്പോൾ ഉത്തരം എന്താ? ഇവയൊന്നുമല്ല. എന്താണ്? ഇവയൊന്നുമല്ല. ഇനി ഇതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് എപ്പോഴും സഞ്ചരിക്കാവുന്ന ഒരു ഒബ്ജക്റ്റ് സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി എത്രയാ? v = c ആ. ഇവിടെ v എത്രയാണെന്നാ പറഞ്ഞത്? v = √2c ആ. അല്ല, √2c. √2c എന്ന് പറഞ്ഞാൽ ഈ സിയേക്കാൾ കൂടുതലല്ലേ? ഇത് ഹയർ അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ലൈറ്റിനേക്കാൾ വെലോസിറ്റി സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾ എന്ന്, ഒബ്ജക്റ്റ് എന്ന്? ഉണ്ടോ? ഇല്ല. നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന പരമാവധി വെലോസിറ്റി, വേഗത, പ്രവേഗം എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ പ്രവേഗമാണ്. അതിൻ്റെ അപ്പുറമൊന്നുമില്ല. മനസ്സിലായോ? അതിൻ്റെ അപ്പുറം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ഫിസിക്സ് എല്ലാം മാറ്റേണ്ടി വരും. എല്ലാം, എവ്രിത്തിങ്, എല്ലാം ഇതെല്ലാം തെറ്റാണ് എന്ന് നമ്മൾ എഴുതേണ്ടി വരും. മനസ്സിലായോ? അതാണ്. അപ്പോൾ ചോദ്യം തന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് സിയേക്കാൾ കൂടിയ വെലോസിറ്റിയിൽ സഞ്ചരിക്കില്ല. അപ്പോൾ √2c എന്ന് പറയുന്ന വാല്യൂമേ തെറ്റാണ്. പിടിയിട്ട് ചോദ്യത്തെ അങ്ങനെ ആയിരിക്കുന്നത്, പക്ഷേ ഫിസിക്കലി അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഒന്നും ഇതില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്താണ്? ഇവയൊന്നുമല്ല. കേട്ടോ? ആ, ചോദ്യം നമ്പർ 6 നമ്മൾ പറയാൻ പോകുന്നത്. 6ാമത്തെ ചോദ്യം കേട്ടോ. യെസ്, അത് നല്ലൊരു ചോദ്യമാണേ. നോക്കാം. വിശ്രമപിണ്ഡ ഊർജത്തിന് തുല്യമായ ഗതികോർജം എം പിണ്ഡമുള്ള, എം കുഞ്ഞായിട്ടുള്ളതുകൊണ്ട് അവിടെ എം ഉണ്ട് കേട്ടോ, നോക്കണേ. വിശ്രമപിണ്ഡ ഊർജത്തിന് തുല്യമായ ഗതികോർജമുള്ള എം പിണ്ഡമുള്ള ഒരു ഇലക്ട്രോണിന്റെ ആക്കം വെച്ചാൽ മൊമെന്റം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ആദ്യം നമ്മളവിടെ അങ്ങ് എഴുതി വെക്കണം. എന്താണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യം? വിശ്രമപിണ്ഡ ഊർജം എന്ന് പറയുമ്പോൾ E0 = തുല്യമായ ഗതികോർജമുള്ള കൈനറ്റിക് എനർജി, അല്ലേ? വിശ്രമപിണ്ഡ ഊർജം തുല്യമായ ഗതികോർജമുള്ള എം പിണ്ഡമുള്ള ഒരു ഇലക്ട്രോണിന്റെ ആക്കം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ആക്കം. ഓക്കെ. സോ നമുക്ക് നേരത്തെ ചെയ്ത പോലെ സെയിം മെത്തേഡാണ്. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? E0 പ്ലസ് കൈനറ്റിക് എനർജി KE എന്നെഴുതാം. സോ E = എന്താണ്? E0 പ്ലസ് E0 ചോദ്യം തന്നിട്ടുണ്ട്. സോ E = 2E0 എന്നെഴുതുക. ശരിയല്ലേ? ഇനി ഒരു റിലേഷൻ ഉണ്ട്. E² = c² p² പ്ലസ് m0² c⁴. ഇതൊന്ന് ബോക്സിൽ ഇട്ടിട്ടൊന്ന് എഴുതി വെച്ചേക്കിട്ടുള്ള ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസ് എനർജി റിലേഷനാണ്, റിലേറ്റിവിസ്റ്റിക് മാസ് എനർജി റിലേഷനാണ് ഈ കാണുന്നത്. കണ്ടോ? ഓക്കെ. ഈ ഇക്ക് വരെ എന്ത് കൊടുക്കാം? 2E0 എന്ന് കൊടുക്കാം. 2E0 ദി ഹോൾ സ്ക്വയർ = cp² ഞാൻ അങ്ങ് എഴുതുകയാണ്. പ്ലസ് ഇവിടെ m0 c² ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഇല്ല. സ്ക്വയർ, ഈ സ്ക്വയർ എടുക്കുമ്പോൾ m0² c⁴ എന്ന് വരും, അല്ലേ? അപ്പോൾ 2E0 ദി ഹോൾ സ്ക്വയർ = cp ദി ഹോൾ സ്ക്വയർ പ്ലസ് m0 c² എന്ന് വെച്ചാൽ എന്താ? അത് E0 ആണ്, അല്ലേ? റെസ്റ്റ് ആണ്. E0 = m0 c², അല്ലേ? അപ്പോൾ ഇത് E0² അടുത്ത വശത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 2E0 ദി ഹോൾ സ്ക്വയർ മൈനസ് E0² = c² p² എന്ന് എഴുതാം. ഇത് എത്രയുണ്ട്? 4E0 ഉണ്ട്, അല്ലേ? അപ്പോൾ 4E0² മൈനസ് E0² = c² p². അപ്പോൾ 3E0² = c² p² എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ p² c² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3E0² ആണ്. അപ്പോൾ p² എന്ന് പറഞ്ഞാൽ എന്താണ്? 3E0² / c². അപ്പോൾ p എന്താണ്? റൂട്ട് കൊടുക്കുക. √3E0/c എന്താണ്? √3E0/c. ഓപ്ഷൻ ഉണ്ടോ നോക്കാം, പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതില്ല. അപ്പോൾ ഇതിന് വീണ്ടും റിസൾട്ട് ചെയ്യണം. എന്താണ്? √3m0 c²/c. E0 വരെ m0 c. ഈ c² വെട്ടിക്കളയാം. ബാക്കി എന്തുണ്ടോ? √3m0 c എന്ന് എഴുതാം. എന്താണ്? √3m0 c. ഓപ്ഷൻ ഉണ്ടോ? √3m0 c. യെസ്, √3m0 c. പക്ഷെ ഇവിടെ m ആണ്. കാരണം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ?
വിശ്രവപിണ്ഡവും തുല്യമായ ഗതികോർജ്ജമുള്ള എം പിണ്ഡമുള്ള എന്നാണ് പറയുന്നത്. അപ്പോൾ എം പിണ്ഡമാണ്, ഇവിടെ എം നോട്ടെന്ന് ആയിക്കോളൂ. മനസ്സിലായി? ഇനി എം നോട്ടെന്ന് ആക്കിയാലും കുഴപ്പമില്ല, നിങ്ങളിവിടെ എം ഇട്ടാൽ മതി. അപ്പോൾ കേട്ടോ ഓക്കെ അല്ലേ? ഏഴാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചോദ്യം നോക്കൂ. 1 മീറ്റർ ശരിയായ നീളമുള്ള, ശരിയായ എന്ന് വെച്ചാൽ നോർമൽ നീളമുള്ള ഒരു വടി അതിൻ്റെ നീളത്തിലൂടെ നീങ്ങുന്നു. ഭൂമിയിലെ ഒരു നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം വടിയുടെ നീളം 0.8 മീറ്റർ ആണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് വടിയുടെ പ്രവേഗം ഡാഷ് ആണ്. സി എന്നത് പ്രകാശ വേഗതയാണ്. ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ 0.8 സി ഉണ്ട്, 0.6 സി ഉണ്ട്. ഇവയൊന്നുമല്ല എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം, ഉത്തരം നോക്കാം നമുക്ക്. യെസ്, അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എഴുതട്ടെ. ഒരു വടിയാണ്, ഇതാണ് നമ്മുടെ വടി എന്ന് പറയുന്നത്. വടിയുടെ നീളം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. പക്ഷേ ഭൂമിയിൽ നിന്ന് ഒരാൾ ഇത് നോക്കുമ്പോൾ അയാൾക്ക് ഇതിൻ്റെ നീളം 0.8 മീറ്റർ ആയിട്ട് തോന്നും. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അയാളുടെ ഇതെന്താണ്, വെലോസിറ്റി, ഒബ്ജക്റ്റിൻ്റെ വടിയുടെ വെലോസിറ്റി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ലെങ്ത് കോൺട്രാസ്റ്റ് ഇക്വേഷൻ L = L0 × √1 - v²/c². ശരിയല്ലേ? L0 എത്രയാ? 0.8 ആണ്. L 0.8 L0 = L0 × √1 - v²/c². ശരിയല്ലേ? ഇവിടെ ഇത് വെട്ടിക്കളയാം. അപ്പോൾ 0.8 ദ ഹോൾ സ്ക്വയർ, ഇടതുവശം വളരെ സ്ക്വയർ ചെയ്യുക. ബാക്കി എന്തുണ്ട്? 1 - v²/c². സോ v²/c² = 1 - 0.8 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 0.64 എന്ന് എഴുതാം. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.36 c². v² c² അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ v = എന്താണ്? 36, 0.6 c. ഉത്തരം എന്താ? 0.6 c. കണ്ടോ? ഓപ്ഷൻ സി ആണ് ആ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ ഒരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് ഇങ്ങനെ അതിൻ്റെ നീളത്തിൽ തന്നെ മൂവ് ചെയ്താൽ മാത്രമേ ലെങ്ത് കോൺട്രാക്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന 1 മീറ്റർ നീളമുള്ള 1 മീറ്റർ നീളമുള്ള ഒരു ലെങ്ത് y ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ലെങ്ത്തിന് മാറ്റം ഉണ്ടാവില്ല. മനസ്സിലായോ? ഏത് ദിശയിലാണോ മൂവ് ചെയ്യുന്നത് ആ ദിശയിൽ മാത്രമേ അതിന് മാറ്റം ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ചോദിച്ച് പറയാം, 1 മീറ്റർ ശരിയായ നീളമുള്ള ഒരു വടി അതിൻ്റെ y ദിശയിൽ നീങ്ങുന്നു എന്ന് പറയുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആൾക്ക് കാണുമ്പോൾ അതിന് 1 മീറ്ററായിട്ട് തന്നെ തോന്നും. മനസ്സിലായോ? ഏത് ദിശയിലാണോ വസ്തു മൂവ് ചെയ്യുന്നത് ആ ദിശയിലുള്ള കോർഡിനേറ്റിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? കോൺട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കി വെക്കണം. അത് ഞാൻ എപ്പോഴും പറയണം. നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ സമചതുരം എടുത്തു കഴിഞ്ഞാൽ ഇത് 1 മീറ്റർ ആണ്, ഇത് 2 മീറ്റർ ആണെന്ന്, സോറി ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ ആണ് വിചാരിക്കുക. 2 1 മീറ്റർ സമചതുരം ആകുമ്പോൾ ഒന്നാണല്ലോ. ഇതിങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്ത് പറ്റും? ഇതിങ്ങനെയായിട്ട് മാറും, സാധാ ചതുരമായിട്ട് മാറും. കണ്ടോ? കാരണം ഈ ലെങ്ത് കോൺട്രാക്ട് ചെയ്യും, പക്ഷേ ഈ 1 മീറ്റർ മാറത്തില്ല. 1 മീറ്റർ അതുകൊണ്ട് നിൽക്കും. ഇത് ഒരു പക്ഷേ 0.6 മീറ്റർ ആവും. കണ്ടോ? ഇനി ഈ ദിശയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? അത് ഇങ്ങനെ ഇരിക്കും. കണ്ടോ? മനസ്സിലായോ? ഇത് മാറും, 0.6 ആവും, പക്ഷേ ഇത് 1 മീറ്റർ ആയിട്ട് നിൽക്കും. കണ്ടോ? ഇനി ഒരു സർക്കിളാണ് മൂവ് ചെയ്യുന്നത് വിചാരിക്കും. സർക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് എന്ത് പറ്റും? ആ ലെങ്ത് കുറഞ്ഞ് അത് ഇങ്ങനെ ആവും. കണ്ടോ? അത് എലിപ്സ് ആവും. കണ്ടോ? സർക്കിളാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് എലിപ്സ് ആയിട്ട് മാറും. പിടി കിട്ടിയോ? അപ്പോൾ അതൊക്കെയുണ്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാടായി. നമുക്കിനിയിപ്പോൾ വേറെ ഏതെങ്കിലും സമയത്ത് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. HSI ഫിസിക്കൽ സയൻസ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും ഒരു ലെവലിൽ കൂടി നിന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ അതാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ പണ്ടത്തെ പോലെ തത്തമ്മേ പൂച്ച പഠിത്തമാണെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ ആ ലിസ്റ്റിൻ്റെ പരിസരത്ത് എങ്ങും എത്തില്ല. കാരണം അത്രയും കോമ്പറ്റീഷനുണ്ട്, അതുപോലെ വേക്കൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നല്ലതായിട്ട് എന്തൊക്കെ വേണം, എന്തൊക്കെ രീതിയിൽ പഠിച്ചു പോകണം. ഇപ്പോൾ നമ്മളിവിടെ കോഴ്സ് ചെയ്യുന്നുണ്ട് HSI ഫിസിക്കൽ സയൻസ് കണ്ടൻറ്റുകൾ, പരമാവധി മലയാളം കണ്ടൻറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ അടിയിൽ തുടങ്ങും, അടുത്ത് തന്നെ വിളിക്കാമെന്നൊക്കെയാണ് അറിയുന്നത് PSC. ഓക്കെ, അപ്പോൾ എന്തായാലും നടക്കട്ടെ കാര്യങ്ങൾ. നമുക്ക് എന്തായാലും അടുത്തൊരു സെഷനിൽ വീണ്ടും കുറച്ച് അധികം കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.